തിരുവനന്തപുരം ആയിരവല്ലിമലയിൽ സർക്കാർ ഉത്തരവ് മറികടന്ന് അനധികൃത പാറ ഖനനം. പോപ്സ് ഗ്രൂപ്പാണ് സർക്കാരിനെ വെല്ലുവിളിച്ച് പാറ പൊട്ടിച്ചെടുക്കുന്നത്. നഗരസഭാ പ്രദേശത്ത് നടക്കുന്ന പാറ ഖനനം തടയാത്തത് സർക്കാരിന്റെ മൌനാനുവാദം കൊണ്ടാണെന്നും ആക്ഷേപമുണ്ട്. നഗരത്തിൽ നിന്നും 12 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ആയിരവല്ലിമലയാണിത്. ആയിരവല്ലിമല പോപ്സ് ഗ്രാനൈറ്റ് എന്ന വൻകിട സ്വകാര്യ ക്വാറി കമ്പനി തുരന്നെടുക്കുന്നു. പൊട്ടിച്ചെടുക്കുന്ന പാറകൾ ലോറികളിലാക്കി കടത്തുന്നു. അതായത് എല്ലാ അനുമതിയോടെയും ഒരു ക്വാറി പ്രവർത്തിക്കുന്ന കാഴ്ചകൾ. ഇനി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജില്ലാ ജിയോളജിസ്റ്റിനും തഹസിൽദാറിനും കഴിഞ്ഞ മാസം 11 അയച്ച ഈ കത്ത് കാണുക. ആയിരവല്ലിമലയിലെ എല്ലാ ഖനനങ്ങളും സർക്കാർ ഉത്തരവ് പ്രകാരം നിരോധിച്ച കാര്യം കളക്ടർ ഓർമ്മിപ്പിക്കുന്നു. 2017 ജനുവരി 11 മുതൽ ഖനനത്തിന് നിരോധനമുണ്ടായിരുന്നതായും ചൂണ്ടിക്കാണിക്കുന്നു. അതായത് 7 മാസം കഴിഞ്ഞിട്ടും നിരോധനം പാലിക്കപ്പെട്ടില്ല എന്നർത്ഥം. ഉദ്യോഗസ്ഥരും സർക്കാരും നൽകുന്ന മൌനാനുവാദമാണ് ഇതിനു പിന്നിലെന്ന് പരാതിക്കാരനായ ജ്യോതിഷ് കുമാർ പറയുന്നു. ഇവരെ തൊടാൻ ആരും കഴിയില്ല. ഏത് സർക്കാർ വന്നാലും അവർക്ക് അതിലൂടെ ആളുണ്ട്. അത് ഏത് രീതിയിൽ അവർ ചെയ്യുമെന്ന് ഈ ഭൂമി കൈയേറിയതായി സർവേ വിജിലൻസും പോലീസ് വിജിലൻസും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തിരിച്ചെടുക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. നിരോധനം സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ കത്ത് നൽകി 1 മാസമാകുമ്പോഴും ഖനനം നിർത്തിവെക്കാൻ നടപടിയുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പുല്ലുവിലയെങ്കിൽ ഈ മാഫിയയ്ക്ക് ഉന്നതതലത്തിലുള്ള ബന്ധം ഊഹിക്കാവുന്നതേയുള്ളൂ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എല്ലാ നിയമലംഘനങ്ങളും നടത്തിയിട്ടും ഇവരെ തൊടാൻ ആരും തയ്യാറായില്ല. പുതിയ സർക്കാരെങ്കിലും ഈ മാഫിയയെ തുരത്തുമോ? ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം.